സമയം ഇപ്പം 8:31 ഞാൻ മറ്റേ 7 മണിക്ക് കയറിയതാണ് സൊമാറ്റോ. ഫസ്റ്റ് എനിക്ക് കാക്കനാട് നിന്ന് ഓർഡർ അടിച്ച്. ഇതാണ് ഓർഡർ, 99 രൂപ. അതായത് അമ്മ വിലാസം, മറ്റേ കാക്കനാടുള്ള അമ്മ വിലാസം ആ ഹോട്ടലിൽ നിന്ന് അടിച്ചത് കോലഞ്ചേരിക്ക് അടിച്ച്. എനിക്ക് തോന്നുന്നു 13 കിലോമീറ്റർ കാണാൻ പറ്റുന്നുണ്ടാവും, ഇവിടെയൊക്കെ ഉണ്ടല്ലോ. 13 കിലോമീറ്ററാണ് ഉള്ളത്. അതിൽ കിട്ടിയത് 99 രൂപ. ലോങ് ഡിസ്റ്റൻസ് ഇല്ലെന്ന് തോന്നുന്നു. ലോങ് ഡിസ്റ്റൻസ് തന്നിട്ടില്ലേ കുന്തത്തിന്. 13 കിലോമീറ്റർ പോയിട്ട് ലോങ് ഡിസ്റ്റൻസ് ഇല്ല. അത് കഴിഞ്ഞ് അതിനൊക്കെ വലിയ കോമഡി, ഞാൻ ഓർത്ത് അവിടെ നിന്ന് റിട്ടേൺ അടിക്കത്തില്ല, പോകാമെന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അടുത്ത ഓർഡർ കോലഞ്ചേരിയിൽ നിന്ന് അടുത്ത ഓർഡർ 8 കിലോമീറ്റർ, അത് 67 രൂപ. ലോങ് ഡിസ്റ്റൻസിൽ 4 രൂപ തന്നിട്ടുണ്ട്. സൊമാറ്റോ വലിയ ഷോക്കായിക്കൊണ്ടിരിക്കുക. അതിനേക്കാൾ വലിയ കോമഡി, ഇപ്പം കൊണ്ടുവന്ന് ഡെലിവറി കൊടുത്തൊരു കസ്റ്റമർ, പെണ്ണാണ് ആള് എന്നെ ഇതാണ് സ്ഥലം, ഐ തിങ്ക് എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മൂവാറ്റുപുഴ റൂട്ടാണ്, മഞ്ഞൂരോ അങ്ങനെ ഏതാണ്ടാണ് സ്ഥലം, കറക്റ്റ് മാഞ്ഞൂരോ അങ്ങനെ ഏതാണ്ടാണ് സ്ഥലം. അപ്പോൾ ആള് ലൊക്കേഷൻ ഒരു കാട്, അതായത് ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുക. അവിടുന്ന് ഒരു കിലോമീറ്റർ ഇല്ലെന്ന് തോന്നുന്നു, എന്നാലും ഒരു 90 മീറ്റർ എങ്ങാണ്ട് അടുപ്പിച്ചുണ്ട്. ഞാൻ അവിടെ താഴെ നിന്നിട്ട് വിളിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു മേപ്പോട്ട് കയറി വരാം. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു, മേപ്പോട്ട് കയറി വരാമെന്ന് പറഞ്ഞു. മേപ്പോട്ട് കയറിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഇരുന്ന് ബഹളം. അതെന്ത്, നീ എത്ര നേരമായിട്ട് എന്ത് വരാത്തത്? ഞാൻ പറഞ്ഞ് ഡൗട്ട് അടിച്ചുകൊണ്ട് ഞാനിങ്ങനെ പതുക്കെ ഒരു പയ്യനെ പറഞ്ഞ് വിടാമെന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞു. പയ്യനെ പറഞ്ഞ് വിടാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഞാൻ ആ പയ്യനെ നോക്കി അവിടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുന്നു. പയ്യൻ താപ്പോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവരുടെ വീടിൻ്റെ വാതിക്കെല്ലാം കണ്ട് നിൽക്കുന്നു. ഇച്ചിരി മേപ്പോട്ട് കയറി പോകണം. ഞാൻ കയറി ചെന്ന് എനിക്ക് തോന്നിട്ട് 90 മീറ്റർ പറ്റുമെങ്ങാണ്ട്, 90 മീറ്റർ ഇല്ലാന്ന് തോന്നുന്നു, ഒരു 800 മീറ്ററെങ്കിലും കാണുമായിരിക്കും നടക്കാൻ. നടന്ന് മേപ്പോട്ട് കയറി ചെല്ലുമ്പോൾ ഇവർ ചോദിക്കുന്നത്, നിങ്ങളെന്താ എത്ര താമസിക്കുന്നത്, പയ്യനെ കണ്ടില്ലേ? ഞാൻ നോക്കുമ്പോൾ ആ പയ്യനൊന്നും അവിടെ കാണില്ല. പിന്നെയും കുറച്ചുകൂടെ മേപ്പോട്ട് കയറി ചെല്ലണം. അപ്പോൾ നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുക സാവധാനത്തിൽ. ഇവർ പറയുന്നത് ഇത്ര എല്ലാവരും ഇവിടെ കൊണ്ട് തരുന്നതാണ്, മേളിൽ കയറി കൊണ്ട് തരുന്നതാണ്. കാണിക്കണമെന്നുണ്ട് കസ്റ്റമറുടെ പേര്, ഞാനൊന്നും കാണിക്കുന്നില്ല. ഒരു പെണ്ണാണ് ആൾ. അപ്പോൾ ഈ മഞ്ഞൂർ സ്റ്റൈലിൽ ഇതാണ് സ്ഥലം. അപ്പം അവരേതാണ്ട് അവരുടെ ഡയലോഗടിയാണ് എനിക്ക് ഏറ്റവും പൊളി കയറിയത്. അവരല്ലേ ഓണർ, അവർ പറയുന്നതല്ലേ കേൾക്കേണ്ടത്, അവർ പറയുന്നിടത്തല്ലേ കൊണ്ടുവരേണ്ടത്. എനിക്ക് തോന്നുന്നു ആ വോയിസ് ക്ലിപ്പ് ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ വേണം കേൾപ്പിച്ച് തരാം. എന്നാലും ഇതുപോലുള്ള വള്ളികളോട് ഞാനിപ്പോൾ എന്ത് പറയാനാണ്. ഒന്നാമത് എൻ്റെ സ്ഥലം, നമ്മൾ കാക്കനാട് നിന്ന് വന്നാണ്, എനിക്ക് ഈ റൂട്ടേ പരിചയമില്ല. നമുക്കിവിടെ നിന്നും ഞാൻ വിചാരിച്ച എനിക്ക് അവിടെ നിന്ന് റിട്ടേൺ അടിക്കത്തില്ല, നേരെ റിട്ടേൺ അടിക്കുക ചിലപ്പോൾ അവിടെ നിന്ന് മറ്റേ ബ്രഹ്മപുരമെങ്കിലും വരുമ്പോൾ റിട്ടേൺ അടിക്കുക, അങ്ങനെ ആ വഴി തിരിച്ചു പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മുബീരിയ റെസ്റ്റോറൻറ്റ്, അവിടെ നിന്നാണ് എനിക്ക് അടിച്ചത്. ഇതാണ് അടിച്ച സാധനം ഓർഡർ. എന്നിട്ട് അവരുടെ ഡയലോഗടിയാണ് കോമഡി. അവരാണ് ഓണർ, അവർ പറയുന്നതാണ് കേൾക്കേണ്ടത്, അവർ പറയുന്നിടത്തല്ലേ നിങ്ങൾ വരേണ്ടത്. വേറെ വലിയൊരാണെങ്കിൽ അവിടെ വലിച്ചെറിഞ്ഞിട്ട് പോകും. നമ്മൾ പിന്നെ മര്യാദ ഉള്ളതുകൊണ്ടും മര്യാദ കാണിച്ചെന്നേ ഉള്ളൂ. പക്ഷെ തിരിച്ചൊരു മര്യാദ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവരുടെ അടുത്ത് നിന്നൊക്കെ. കസ്റ്റമർ ആണ് ഒരുമാതിരി തൊല്ലി. അപ്പോൾ ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ച്. ഇതുപോലുള്ള ചില വള്ളികളൊക്കെ നമുക്ക് എപ്പോഴും കാണാം. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു വള്ളികൾ വന്നിട്ടില്ല. ഇതുപോലെ ഞാൻ ഇതിനു മുമ്പും എനിക്കിതുപോലെ അടിച്ചിട്ടുണ്ട്, ഇതുപോലെ വഴി തെറ്റിയിട്ടുണ്ട്. എന്നിട്ട് കസ്റ്റമർ കൊടുത്ത ലൊക്കേഷൻ, അതായത് പുള്ളിക്ക് കൊടുത്തിട്ട് ലൊക്കേഷൻ കറക്റ്റ് കിട്ടണില്ല. അപ്പോൾ പുള്ളി എന്നോട് മാനിയായിട്ടാണ് സംസാരിച്ചത്. മാനിയെന്ന് പറഞ്ഞാൽ നല്ല മാനി. പുള്ളി എന്നിട്ട് എന്നോട് ചോദിച്ച്, ബ്രോ എനിക്കിത് ഈ ലൊക്കേഷൻ കൊടുത്തിട്ട് എപ്പോഴും ഇങ്ങനെയാണ് വരുന്നത്, കുറച്ചുകൂടെ ഇങ്ങോട്ട് മുന്നോട്ട് വന്നാൽ ബ്രോ നടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ നടന്ന് കറക്റ്റായിട്ട് ചെന്ന് പുള്ളിയെടുത്ത് സാധനം കൊടുത്തു. പുള്ളി പറഞ്ഞു, ബ്രോ എങ്ങനെ കൊടുത്തിട്ട് എനിക്ക് ഈ ലൊക്കേഷനാണ് കിട്ടുന്നത്, ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ട് എനിക്ക് ആ ലൊക്കേഷന് വന്നത്, പക്ഷേ എല്ലാവരോടും ഇതിങ്ങനെ പറയുന്നുണ്ട്. പുള്ളി എന്നിട്ട് മാന്യമായിട്ട് സംസാരിച്ചു. എന്നോട് ഞാൻ നടന്ന് ചെന്നു. എനിക്ക് തോന്നുന്നു വണ്ടിയൊക്കെ വെച്ചിട്ട് കുറച്ച് ദൂരം നടക്കാണ്ടാണ്. അതേതാണ്ട് 90 ഇതിലൊക്കെ കൂടുതലുണ്ടായിരുന്നു. ആ പുള്ളി തന്ന ലൊക്കേഷൻ അവിടെ നിന്ന് കുറച്ച് അകത്തോട്ട് മാറിയാണ്. പക്ഷേ പുള്ളിക്ക് എപ്പോൾ ലൊക്കേഷൻ കൊടുത്താലും വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പുള്ളി മാന്യമായിട്ടാണ് സംസാരിച്ചത്. ബ്രോ എല്ലാവരോടും ഞാനിങ്ങനെ പറയാറുണ്ട്, ഇതാണ് പ്രശ്നം. എന്നിട്ട് പുള്ളി എന്നോട് ചോദിച്ചു, വെള്ളം വല്ലതൊക്കെ വേണോ ബ്രോ?
കുഴപ്പമുണ്ടോ? എനിക്ക് തോന്നുന്നു ഇതുപോലൊരു രാവിലത്തെ ഓർഡർ അടിച്ചു തന്നത്, ഇതുപോലൊരു ഫസ്റ്റ് ഓർഡർ എനിക്ക് ഏതാണ്ട് അടിച്ചു തന്നതാണ്. അപ്പം മാന്യമായിട്ട് സംസാരിക്കാൻ പഠിക്കണം ഇതുപോലുള്ളവർ. അല്ലാണ്ട് വെറുതെ രാവിലെ തന്നെ വീട്ടുകാരുമായിട്ട് വഴക്കിട്ടിട്ട് ആ ദേഷ്യം നമ്മളെടുത്ത് തീർക്കരുത്. ഞാൻ ആ സ്ഥലം കാണിക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ മര്യാദയുടെ പുറത്താണ് ഞാൻ വിട്ട് കളയുന്നത്. അപ്പോൾ ഇതൊന്ന് പറയണമെന്ന് തോന്നി.